ധാരണ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയ വീട്ടമ്മയെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. KC വേണുഗോപാൽ എംപിയുടെ നിർദ്ദേശപ്രകാരമുള്ള ആംബുലൻസ് അവിടെ എത്തിയിട്ടുണ്ട്. കുടുംബം ആശുപത്രിയിലേക്ക് മാറാനുള്ള താല്പര്യം അറിയിച്ചു എന്നാണ് അവിടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അശ്വിൻ പാലാഴി ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അശ്വിൻ, ഇത് ഏത് ആശുപത്രിയിലേക്കാണ് എന്നത് ഉറപ്പിച്ചോ? അമൃതയിലേക്ക് തന്നെയാണോ? രണ്ട് ആശുപത്രികളാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. എറണാകുളത്ത് തന്നെ മികച്ച ചികിത്സ നൽകുന്ന സ്വകാര്യ ആശുപത്രികളുടെ പേരിൽ അമൃത ആശുപത്രിയിലേക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നിലവിൽ ഉഷയും കുടുംബവും എത്തിയിരിക്കുന്നത്. അത് ഈ രാത്രി തന്നെ വേണമോ എന്നുള്ള ഒരു തീരുമാനമാണ് ഇനി വരേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ ഉഷ കുടുംബാംഗങ്ങളുമായി നടത്തുകയാണ് വീടിനുള്ളിൽ. നമുക്ക് ഉഷയുടെ സഹോദരിയുണ്ട്. ചേച്ചി, ആശുപത്രിയിലേക്ക് പോകാൻ തന്നെയാണോ തന്നെ പോകണം? അമൃതയിലോട്ട്. ഇനിയിപ്പം അവിടെ തുടർ ചികിത്സകൾ അവിടെ തന്നെ ആയിരിക്കും നടത്തുക? ഇല്ല. അതായത് ഈ ഉഷയുടെ 2021 മുതലുള്ള ഉഷയുടെ എല്ലാ ചികിത്സാ കാര്യങ്ങൾക്കും ഉഷയ്ക്കൊപ്പം ഉണ്ടായിരുന്ന അവരുടെ ബന്ധുവാണ്, ആങ്ങളയുടെ ഭാര്യയാണ്, സഹോദരന്റെ ഭാര്യയാണ്. അവർ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എറണാകുളം അമൃത ആശുപത്രിയിലേക്ക് ഉഷയുടെ തുടർ ചികിത്സകൾക്കായി ഉഷയെ കൊണ്ടുപോകാൻ കുടുംബം സമ്മതം അറിയിച്ചിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ഉഷ അമൃത ആശുപത്രിയിലേക്ക് തുടർ ചികിത്സകൾക്ക് വേണ്ടി പുറപ്പെടും. KC വേണുഗോപാലിന്റെ ഇടപെടലിലാണ് ഈ രാത്രി തന്നെ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം നിലവിൽ എടുത്തിരിക്കുന്നത്. എന്തായാലും അതിവേഗത്തിൽ തന്നെ ആംബുലൻസ് അടക്കം വീട്ടിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഉഷ റെഡിയായി ഇറങ്ങുന്ന മുറയ്ക്ക് തന്നെ ആശുപത്രിയിലേക്ക് എത്തും. അവിടെ വിദഗ്ധ ചികിത്സ നൽകാനാണ്. എത്രയും മെച്ചപ്പെട്ട, എത്രയും ഭേദപ്പെട്ട ചികിത്സ നൽകി എത്രയും വേഗത്തിൽ ഈ അകത്തുള്ള ഈ ശസ്ത്രക്രിയ ഉപകരണം പുറത്തെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കാകും പോവുക. അത് നിലവിൽ KC വേണുഗോപാലിന്റെ പേഴ്സണൽ സ്റ്റാഫ് അടക്കമുള്ളവർ വിളിച്ച് അമൃത ആശുപത്രിയുമായി വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവർ പൂർണ്ണമായും ഇതിന് സജ്ജരായിരിക്കുന്നു എന്നുള്ളതാണ് കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. അപ്പം ആശുപത്രിയിൽ എല്ലാവിധ സജ്ജീകരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇറങ്ങും. ആശുപത്രിയിലേക്കുള്ള ഒരു യാത്രയിലേക്ക് അവർ പോകും. എന്തായാലും ഈ ഇടപെടൽ അത് അതിവേഗത്തിൽ തന്നെ ഉണ്ടായി എന്നുള്ളതാണ് ഈ വാർത്തയ്ക്ക് പിന്നാലെ വന്ന ആശ്വാസകരമായ ഒരു വിവരം. എന്തായാലും ഈ ആശുപത്രിയിൽ, അമൃത ആശുപത്രിയിൽ എത്രയും വേഗം ഈ ശസ്ത്രക്രിയ നടത്താനുള്ള തയ്യാറെടുപ്പുകൾ സജ്ജമാക്കണമെന്നുകൂടി നിർദ്ദേശം കൂടി KC വേണുഗോപാൽ MP നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അധികം വൈകാതെ ശസ്ത്രക്രിയ നടത്തി മെഡിക്കൽ ഉപകരണം പുറത്തെടുക്കാൻ ആകും എന്നുള്ളതാണ് കുടുംബത്തിന്റെയും ഉഷയുടെയും പ്രതീക്ഷ. 5 വർഷമായി അനുഭവിച്ചിരുന്ന വേദനയ്ക്ക് ഇനിയെങ്കിലും ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അത് അധികം വൈകാതെ എടുക്കും. ഇതാ ഉഷയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട രേഖകളടക്കം ഇപ്പോൾ പുറത്തെ എടുത്തിട്ടുണ്ട്. ഉഷ പുറത്തേക്ക് വരുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനാകും. ഇനിയിപ്പോൾ എറണാകുളം അമൃത ആശുപത്രിയിലെ ചികിത്സയിലേക്കാണ് പോവുക. ഉഷയ്ക്ക് എന്ത് പറയാനുണ്ട് എന്നുള്ളതാണ് നമുക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.